5 ഗ്യാരണ്ടികളും ക്ഷേമ പദ്ധതികളും ആനുകൂല്യ വർധനവും പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ വി.ഡി. സതീശൻ സർക്കാരിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് എങ്ങനെ പണം കണ്ടെത്തുമെന്നതാണ് ആ വെല്ലുവിളി. വരുമാനം ഉയർത്താതെ വായ്പാ പണം കൊണ്ട് മാത്രം വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പോയാൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ചീട്ടുകൊട്ടാരം പോലെ തകരും. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എങ്ങനെ നടപ്പാക്കും? ലോകത്തിന്റെ സ്പന്ദനം തന്നെ കണക്കിലാണ് എന്നത് വെറുമൊരു സിനിമാ ഡയലോഗല്ല. കണക്കിൽ അല്പം കാര്യമുണ്ട്. സാമ്പത്തിക ശാസ്ത്രമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം. തിരഞ്ഞെടുപ്പ് കാലത്ത് മുന്നും പിന്നും നോക്കാതെ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കണമെങ്കിൽ ഖജനാവിൽ കാശ് വേണം, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം അതിനുള്ള വകുപ്പെങ്കിലും വേണം. ഈ നടക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം വി.ഡി. സതീശൻ സർക്കാർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനിറങ്ങാൻ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, വയോജന വകുപ്പ് രൂപീകരണം, ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കൽ, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ തുടങ്ങിയ ഇന്ദിരാ ഗ്യാരണ്ടികൾ, ആശമാരടക്കമുള്ള സ്കീം തൊഴിലാളികളുടെ ആനുകൂല്യ വർധനവ്, ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക, ഇങ്ങനെ അസംഖ്യം വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് UDF സർക്കാർ അധികാരത്തിലേറിയത്. ഈ വാഗ്ദാനങ്ങൾ ചിലത് നടപ്പിലാക്കുമെന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ശ്രമങ്ങൾ മാതൃകാപരമാണ്. എന്നാൽ ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും? അതാണ് പ്രശ്നം. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കൊക്കിന് ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നാണ്. പക്ഷേ ഗവൺമെൻറ്റുകൾ പലപ്പോഴും അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മുതൽത്തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം, നമുക്ക് കേന്ദ്രത്തിനെ പഴിക്കാം, പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കുറേ കൂടി മെച്ചമായിട്ടുള്ള പരിഗണന കിട്ടണമെങ്കിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് കിട്ടില്ല. സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻസ് മാറ്റണം. അതിന് മുഴുവൻ സംസ്ഥാനങ്ങളില്ലെങ്കിലും മെജോറിറ്റി സംസ്ഥാനങ്ങളും തയ്യാറാവണം. അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്, കാരണം അവർക്ക് എല്ലാവർക്കും ധനസ്ഥിതി കുറച്ച് മോശമാണ്. അത് അങ്ങനെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വായ്പയെടുത്ത് വാഗ്ദാനം പാലിക്കുന്നതിലേക്ക് കടന്നാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില വീണ്ടും ഗുരുതരമാകും. കിഫ്ബി പോലുള്ള ബജറ്റിന് പുറത്തുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ സൃഷ്ടിച്ചിരിക്കുന്ന ബാധ്യതകളുടെ മുകളിലേക്കാണ് പുതിയ വായ്പകളും വരുന്നത്. വായ്പ എടുക്കരുത് എന്ന നിലപാട് ധനപരമായ യാഥാസ്ഥിതികതയാണെന്ന് പറയുന്നുണ്ടെങ്കിലും എടുക്കുന്ന പണം എന്തിനുപയോഗിക്കുന്നു എന്നത് പ്രശ്നമാണ്. ഗവൺമെൻറ്റുകൾക്ക് സാമ്പത്തിക സിദ്ധാന്തം അനുസരിച്ച് അവർക്ക് വരുമാനത്തിൽ കൂടുതൽ ചിലവുണ്ടെങ്കിൽ കടമെടുത്ത് നടത്താം. പക്ഷേ ആ എടുക്കുന്ന കടം മൂലധന ചെലവിനായിരിക്കണം എന്നാണ് ഒരു പൊതുവെയുള്ള ഒരു തത്വം. അങ്ങനെയാവുമ്പോൾ ആ മൂലധനത്തിൽ നിന്ന് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാകുകയും സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിക്കുകയും അതിൽ നിന്ന് കൂടുതൽ നികുതി പിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ യുക്തി. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ എടുക്കുന്ന കടത്തിൻ്റെ 2/3 ഭാഗവും ദൈനംദിന ചെലവുകൾക്കായിട്ടാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാവിയുടെ പൈസ എടുത്ത് ഇന്നത്തെ കാര്യം നിർവഹിക്കുക എന്നുള്ളതാണ്. അത് സസ്റ്റൈനബിൾ അല്ല. ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് വരുമാനം ഉയർത്തുക എന്നതാണ് ശരിയായ പോംവഴി. വരുമാനം ഉയർത്താൻ നികുതി പിരിവ് ഊർജിതമാക്കണം. നികുതി ചോരുന്ന വഴികൾ കണ്ടെത്തി അടയ്ക്കണം. നിയമപ്രശ്നങ്ങൾ പെട്ടുകിടക്കുന്ന നികുതി വരുമാന പ്രശ്നങ്ങൾ വേഗത്തിൽ തീർപ്പാക്കണം. ഇതൊക്കെയല്ലാതെ വരുമാനം ഉയർത്തുന്നതിന് മറ്റു കുറുക്കു വഴികളില്ല. നമ്മൾ പിരിച്ചെടുക്കുന്ന സംസ്ഥാനത്തു നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയും നികുതി ഇതര വരുമാനവും കൂട്ടണം. അതിൻ്റെ തോത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓരോ 100 രൂപയ്ക്കും കഴിഞ്ഞ 2 വർഷം 7 രൂപ 80 പൈസയാണ് പിരിച്ചത്. അപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ 1990-95 കാലത്ത് നോക്കിയാൽ 96 കാലത്ത് നോക്കിയാൽ 10 രൂപ വരെ പിരിച്ചിരുന്നു, 10% വരെ. അപ്പോൾ അതിൽ വന്ന വീഴ്ചയാണ് നമുക്ക് ഈ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് അടിസ്ഥാന കാരണം. അതിനെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് സർക്കാരുകൾ വളരെ മടിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ചെലവും ധൂർത്തും നിയന്ത്രിച്ചും ലോട്ടറി, മദ്യം പോലുള്ളവയുടെ വിൽപ്പനയുടെ ഒരു ഭാഗം നീക്കിവെച്ചും ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താം. ചെലവ് കുറയ്ക്കൽ പ്രഖ്യാപനങ്ങൾ ഒതുങ്ങരുത്. വലിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സർക്കാർ അതിനുള്ള പണം കണ്ടെത്താനുള്ള ഇച്ഛാശക്തി സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി വലിയ അപകടത്തിലാകും. അപ്പോൾ ദുരിതത്തിലാകുന്നത് സർക്കാരിൻ്റെ പരിരക്ഷ ഉറപ്പായി ലഭിക്കേണ്ട ദുർബല ജനവിഭാഗങ്ങളായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. സജ്ജന സജു പറയുന്നു, റേഷൻ കാർഡിൻ്റെ കളർ നോക്കി അർഹതപ്പെട്ടവർക്ക് മാത്രം സൗജന്യ യാത്രയാക്കിയാൽ ഒന്നുകൂടി നഷ്ടത്തിൻ്റെ ആക്കം കുറയ്ക്കാമെന്ന്. നന്ദനൻ KV പറയുന്നു, സ്ത്രീകൾ സ്വമേധയാ ഫ്രീ ബസ് വേണ്ട എന്ന് വെച്ചാവുന്നത്ര പ്രൈവറ്റ് ബസ്സിന് പോവാം. അങ്ങനെ
ഗവൺമെൻറ്റിന് സമാധാനം കിട്ടും എന്നാണ് പറയുന്നത്. അൺനോൺ ഏഞ്ചൽ പറയുന്നു, എന്നും ജോലിക്ക് പോകുന്നവർക്ക് നല്ല കാര്യം എന്ന്. അങ്ങനെ ആ നിലയിൽ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.